കണ്ടിക്കാൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? രാജീവ് സാർ ന്യൂറോ സർജറിയുടെ ഹെഡാണ്. സച്ചിൻ സാർ പ്രവീണിനെ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. പരിചയപ്പെട്ടു. സച്ചിൻ സാറാണ് നിങ്ങൾക്ക് താരം. അതെ. ഹായ്, ഹലോ. കമ്മ്യൂണിറ്റി സെൻ്ററാണ്. എംപ്ലോയി എൻഗേജ്മെൻ്റ് ഒരു ഇൻഡോർ കോർട്ട്. നമസ്കാരം. മേത്ര ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് മെമ്പേഴ്സിന്, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രസ്, എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് എന്ന് പറയുന്നത് എൻ്റെ നടനെ ജന്മം തന്ന നഗരമാണ്. ആക്ച്വലി ഞാനൊരു കോട്ടയംകാരനാണെങ്കിലും കോഴിക്കോട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. എൻ്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായ സർഗം മുതൽ ഒരുപാട് സിനിമകൾക്ക്, ഒരുപാട് കഥാപാത്രങ്ങളെ ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചത്. എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുള്ള ആളുകളും മണ്ണുമാണ് കോഴിക്കോട്. അതുകൊണ്ട് കോഴിക്കോട്ടേക്കുള്ള ഓരോ വരവും എനിക്ക് വളരെ പ്രഷ്യസാണ്. കോഴിക്കോട് എന്തെങ്കിലും ഫംഗ്ഷനോ ഷൂട്ടിങ്ങോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും പുതുതായി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഞാനൊന്ന് പകച്ചു. കാരണം എനിക്ക് പരിചയമില്ലാത്ത ഒരു വേദിയാവുമോ, അല്ലെങ്കിൽ അങ്ങായിട്ടുള്ള പെരുമാറ്റവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കുറച്ച് റിലാക്സ്ഡായി. കാരണം എനിക്ക് അറിയില്ല, കാരണം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയുന്ന ഒരാളല്ല. പൊതുവേ ഒരു പ്രാസംഗികനല്ല ഞാൻ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ എത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്ന എപ്പിലെപ്സിയും കാര്യങ്ങളൊക്കെ ഉള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടൻ തമ്പുരാൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. കുട്ടൻ തമ്പുരാൻ സർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശേഷം അങ്ങനെ അപസ്മാര രോഗിയായിട്ട് വേറൊരു കഥാപാത്രം ചെയ്തിട്ടില്ല, വന്നാലും ചെയ്യില്ല. കാരണം അത് ഒന്നായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അത്രയധികം പ്രേക്ഷക മനസ്സിൽ റീച്ചായ ഒരു ക്യാരക്ടറാണ് കുട്ടൻ തമ്പുരാൻ. ഒരുപാട് പ്രത്യേകതകളുള്ള ക്യാരക്ടറായിരുന്നു. എൻ്റെ ഗുരുനാഥൻ കോഴിക്കോട്ടുകാരനാണ്. ഹരിഹരൻ സാറാണ് എന്നെ സിനിമയിലേക്ക് ഇത്രയും വലിയൊരു ബ്രേക്ക് തന്ന് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞ ആളാണ്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, മാരോത്സവത്തിൻ മന്ത്രക്കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം, തിരമുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരമുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. പുതിയപടം ലാലേട്ടൻ്റെ അതിമനോഹരം തരുൺമൂർത്തി ലാലേട്ടൻ്റെ കൂടെ തകർക്കാനുള്ള പരിപാടിയല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. പടം നന്നാവട്ടെ. സിനിമയല്ലേ എന്ന സത്യന്തികമായിട്ട് തകർക്കേണ്ടത്. ഓക്കെ, കാണാം. പഴയ മൂവിന്റെ ഏതെങ്കിലും സെക്കൻഡ് പാർട്ട് ഏതെങ്കിലും വരാനുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കാം. അമ്മയിലുള്ള ഒരു അൻസിബ ഒരു ഒന്നും നമ്മുടെ അങ്ങോട്ടൊന്നും ഞാൻ എത്തിയിട്ടില്ല. അതൊക്കെ അന്വേഷിക്കണം.